റിലേഷൻഷിപ്പിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഐഡിയ ആണ് മൈക്കൽ ആഞ്ചലോ ഫിനോമിനൻ. വിഖ്യാത ശില്പിയായ മൈക്കൽ ആഞ്ചലോയുടെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ പേര് വന്നത്. ഓരോ കല്ലിനുള്ളിലും ഒരു മനോഹരമായ ശില്പമുണ്ട്. അനാവശ്യ ഭാഗങ്ങൾ നീക്കം ചെയ്ത് അതിനെ പുറത്തെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. ഈ ഐഡിയ റിലേഷൻഷിപ്പിൽ വളരെ ഭംഗിയായി വർക്കാവുന്ന ഒന്നാണ്. നമ്മുടെ പങ്കാളി നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഒരു നല്ല പങ്കാളി എല്ലായ്പ്പോഴും നമ്മുടെ പോരായ്മകളെ മാത്രം കണ്ടെത്തി അത് തിരുത്തിക്കൊണ്ടേയിരിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലെ ഏറ്റവും മികച്ച പതിപ്പിനെ, അതായത് ദ ഐഡിയൽ സെൽഫിനെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇതിനെയാണ് ശില്പം കൊത്തിയെടുക്കൽ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും സ്വയം വളരാനും മെച്ചപ്പെടാനുമുള്ള ഒരു സഹജമായ ആഗ്രഹമുണ്ട്, അതായത് ഇൻഹെറന്റ് ടെൻഡൻസി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഐഡിയൽ സെൽഫ് എന്ന് വിളിക്കുന്നത്. ഒരു പങ്കാളി തന്റെ പങ്കാളിയുടെ ഉള്ളിലെ ഈ ഐഡിയൽ സെൽഫിനെ തിരിച്ചറിയുകയും അതിനെ പുറത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മാനസികമായ സംതൃപ്തി ലഭിക്കുന്നു, അതായത് ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ് ലഭിക്കുന്നു. നമ്മുടെ പങ്കാളി നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് കഴിവുള്ളയാൾ എന്ന രീതിയിൽ കാണുകയും അതിനനുസരിച്ച് നമ്മളോട് പെരുമാറുകയും ചെയ്യുമ്പോൾ ബോധപൂർവമല്ലാതെ തന്നെ നമ്മളിൽ ആ ഗുണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. പങ്കാളിയുടെ പ്രതീക്ഷ നമ്മുടെ പ്രവൃത്തിയായി മാറാനായി തുടങ്ങും. അതുപോലെ ബന്ധങ്ങളിൽ പങ്കാളികൾ പരസ്പരം ഈ പരിഗണന നൽകുവാനും തുടങ്ങും. നമ്മളെ ഒരാൾ നന്നായി പരിഗണിക്കുമ്പോൾ, കഴിവുകളെ തിരിച്ചറിഞ്ഞു കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുകയും അത് ആത്മപരിശോധനയ്ക്ക്, അതായത് സെൽഫ് റിഫ്ലക്ഷന് സഹായിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയിൽ പ്രധാനമായും ചില ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് തിരിച്ചറിയലാണ്. അതായത് പങ്കാളി എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി ചോദിച്ചറിയുക എന്നതാണ് ഈ പ്രക്രിയ. അല്ലാതെ നമ്മൾ അവരെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ല. അടുത്തത് സപ്പോർട്ടാണ്, അഥവാ പിന്തുണ. അതായത് അവരുടെ ചെറിയ വിജയങ്ങളെ പോലും പ്രോത്സാഹിപ്പിക്കുക. ഇത് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അടുത്തത് ക്ഷമ. ക്ഷമ വളരെ പ്രധാനമാണ്. ഒരു ശില്പം കൊത്തിയെടുക്കാൻ ശില്പി എത്രത്തോളം സമയമാണ് എടുക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ഓരോ മാറ്റങ്ങളും വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കുക.